യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആ നമുക്കെതിരായി നിന്നിടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ജയം നമുക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആ നമുക്കെതിരായി നിന്നിടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ജയം നമുക്കുണ്ട്. In the name of Jesus, in the name of Jesus, we have the victory. Hallelujah. In the name of Jesus, in the name of Jesus, Satan will have to flee. Satan will have to flee. Satan will have to flee. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യേശുവിൻ്റെ ഒരു സാക്ഷിയായി തിരുവചനവുമായി ഒരു പ്രാവശ്യം കൂടെ ദൈവജനത്തിനു മുമ്പാകെ എന്നെയും എഴുന്നേൽപ്പിച്ചതിനാൽ ഞാൻ മുന്നമേ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഓരോരുത്തരും ഇന്ന് തിരുവചനത്തിന് മുമ്പിലാണ് ഇരിക്കുന്നത്. വാളുകൊണ്ട് വെട്ടുന്നത് പോലെ ഇരുവായ്ത്തലയുള്ള വാളാകുന്ന തിരുവചനം, ആ വചനം ഉപയോഗിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്കതിനുള്ള പ്രാപ്തിയില്ല. എന്നാൽ ഞാൻ ഇന്നൊരു കാര്യം ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ദൈവജനത്തിനു മുമ്പാകെ നിൽക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നുള്ള തിരുവചനം എനിക്ക് ശക്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എൻ്റെ വായിലൂടെ ദൈവത്തിൻ്റെ വചനം തരുന്നത് യേശുവിൻ്റെ കൃപയാണ്. ആ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ തിരുവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചുവല്ലോ. ഇന്ന് ഈ സമയത്ത് ആരോഗ്യത്തോടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന്, അങ്ങനെ പൂർണ്ണമായി പറയാൻ സാധിക്കുകയില്ല. ചിലർ വിചാരിക്കുന്നുണ്ട്, എനിക്ക് എന്താണ് സമാധാനം? എനിക്ക് ഒരു സമാധാനവും എൻ്റെ ഹൃദയത്തിൽ ഇല്ലല്ലോ. ഞാൻ ഇന്നും രോഗക്കിടക്കയിൽ കിടന്നാണല്ലോ ഈ തിരുവചനം കേൾക്കുന്നത്. ഇന്നും എന്നെ അലട്ടുന്ന ചില ഭാരവിഷയങ്ങളുണ്ടല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഇന്നും സമാധാനമില്ലല്ലോ. എന്നാൽ അവരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, എനിക്ക് കേൾക്കുവാൻ നീ ഒരു കേൾവി ശക്തി തന്നുവല്ലോ. എനിക്ക് തിരുവചനം ധ്യാനിക്കുവാൻ നീ എനിക്കൊരു കൃപ തന്നല്ലോ. ദൈവത്തിന് സ്തുതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് നമ്മുടെ കഴിവല്ല പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല. എന്നാൽ യേശുവിന് നമ്മളോട് സ്നേഹം, ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, നമ്മുടെ യോഗ്യത നോക്കാതെ, നമ്മുടെ കഴിവുകൾ നോക്കാതെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം, നമ്മെ വീണ്ടെടുത്ത യേശുവിൻ്റെ സ്നേഹം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ബേത്ലഹേമിൻ്റെ മലഞ്ചെരുവിൽ ഒരു ശബ്ദം മുഴങ്ങുകയുണ്ടായി. അന്ന് ഭയപ്പാടോടെ ഇരുന്ന ഒരു കൂട്ടം ആട്ടിടയന്മാരുടെ ഇടയിൽ, ആവശ്യക്കാരുടെ ഇടയിൽ, ഇനി എന്താണെന്ന് മുന്നോട്ട് ഒരു കാഴ്ചപ്പാടില്ലാതിരുന്ന, ആടുകളെ നോക്കിയിരുന്ന ആട്ടിടയന്മാരുടെ ഇടയിൽ ഒരു ശബ്ദം മുഴങ്ങി. സ്വർഗത്തിലെ ശബ്ദം. എന്താണ് മുഴങ്ങിയത്? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ആ ഒരു മഹാസന്തോഷമാണ് ഇന്നും ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ ഇടയിൽ മുഴങ്ങുന്നത്. അന്ന് മുഴങ്ങിയ അതേ ശബ്ദം എളിയവരായ മനുഷ്യരുടെ നാവിലൂടെ ക്രിസ്തുവിന് പ്രസാദം തോന്നി. ആ മഹാസന്തോഷം ഇന്ന് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഉദിച്ചു വരുവാനായി ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും,
നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ അന്ന് മുഴങ്ങിയ ആ ശബ്ദം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങണമേ. അന്ന് ഭയപ്പാട് മാറ്റിയ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് മുഴങ്ങി കിട്ടണമേ എന്ന്, അതിനായി ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നുവെന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. നമുക്കൊരു വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന് 4-ാം അധ്യായം 27-ാം വാക്യമാണ് ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്. എഫേസ്യർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ്, വിശ്വാസികൾക്ക് എഴുതുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് വചനം കേട്ട് മാനസാന്തരപ്പെട്ട ഒരു കൂട്ടർക്ക് എഴുതുന്നതാണ്. എഫേസോസിലുള്ള വിശ്വാസികളായ ഒരു സമൂഹത്തിന് എഴുതുന്നതാണ്, ആ സഭയ്ക്ക് എഴുതുന്നതാണ്. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആ സഭയോടൊരു ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. എഫേസ്യർ 4:27. പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു ചെറിയ വാക്യമാണ്. പിശാചിന് ഇടം കൊടുക്കരുത്, സാത്താന് ഒരു അവസരം കൊടുക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആ സഭയോട് പറയുകയാണ്. അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങളും അതിന് ശേഷമുള്ള വാക്യങ്ങളും അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് വചനം കേട്ട് യേശുവിലേക്ക് തിരിഞ്ഞ ഒരു സമൂഹമല്ലേ? വിശ്വാസികളായ ഒരു സമൂഹമല്ലേ? വിശുദ്ധിയോട് കൊതിയുള്ള ഒരു സമൂഹമല്ലേ? ജീവിതത്തിൽ വ്യക്തമായ സമർപ്പണങ്ങൾ ഉള്ള ഒരു സമൂഹമല്ലേ? എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പിശാചിന് ജീവിതത്തിൽ അവസരം കൊടുക്കരുത്. എങ്ങനെയാണ് അവസരം കൊടുക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി സാത്താന് അവന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രവേശനം അനുവദിച്ചു കൊടുക്കുന്നത്? മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും, വ്യക്തമായ ജീവിതത്തിൽ ദൈവഭയമുള്ള ഒരു വ്യക്തി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിന് പോകുന്നവരായിരിക്കില്ല. അവർ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു പാപം വരാൻ അനുവദിക്കുന്ന ഒരു വ്യക്തികളായിരിക്കില്ല. എന്നാൽ എപ്പോഴാണ് അവർ പിശാചിന് ഇടം കൊടുത്തു പോകുന്നത്? അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പൗലോസ് വ്യക്തമായി എഴുതുകയാണ് അതിന്റെ 25-ാം വാക്യം. ആകയാൽ ബോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. ബോഷ്ക് ഉപേക്ഷിക്കണമെന്ന്. നാം അവസരത്തിനൊത്ത് ഉപായം പ്രയോഗിക്കുന്നവരാണോ? നാം അവസരത്തിനൊത്ത് ബോഷ്ക് പറയുന്നവരാണോ? നാം ഒരിക്കലും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു ഉപായം അല്ലെങ്കിൽ ഒരു നുണ പറയുമെന്ന് നാം ചിന്തിക്കുന്നവരായിരിക്കില്ല. എന്നാൽ നമ്മുടെ വായിൽ നിന്ന് സത്യം മാത്രമാണോ വരുന്നത്? നമ്മുടെ വായിൽ നിന്ന് അർത്ഥസത്യങ്ങൾ വരുന്നുണ്ടോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സത്യമുള്ളതാണോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതാണോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ആത്മീക വർധന തടയുന്നതാണോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയാണ്? ജീവിതത്തിൽ പ്രകടമായി പാപങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, ജീവിതത്തിൽ നാം വ്യക്തമായ സമർപ്പണങ്ങൾ ഉള്ളവരാണെങ്കിലും, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ബോഷ്ക് നിറഞ്ഞതാണോ? അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ സാത്താന് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞു, ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞു. നിങ്ങളെ വാതിലൊന്ന് ചെറുതായി തുറന്നു കഴിഞ്ഞു. നാം ചിന്തിച്ചു നോക്കുക, ഇന്ന് നാം ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം വരെ, ഈ സമയം നാം വചനം കേൾക്കുന്ന ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യത്തിൽ പിശാചിന് നാം ഇടം കൊടുത്തിട്ടുണ്ട്? നാം പറഞ്ഞ ചില വാക്കുകൾ, നാം ഇടപെട്ട ചില കാര്യങ്ങൾ, അതിലെല്ലാം പിശാച് ഇടം പിടിച്ചോ? വീണ്ടും താഴത്തേക്ക് വായിക്കുകയാണ്. അവിടെ പറയുകയാണ്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നാം അപ്പോൾ ചിന്തിക്കും, ഞാൻ ആരോടും അങ്ങനെ കോപിച്ച് സംസാരിച്ചില്ലല്ലോ, ഞാൻ എന്തൊരു സൗമ്യതയുള്ള മനുഷ്യനാണ്, ഞാൻ ഒരിക്കലും ആരോടും കോപിക്കുകയില്ല. അല്ലേ? നാം അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരില്ലേ? ഞാൻ ഈ വാക്കുകൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ ചിന്തിച്ചിരുന്നു,
ഞാൻ പുറമേ അങ്ങനെ അധികം കോപിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങനെ മറ്റുള്ളവരോട് വഴക്ക് കൂടാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു പ്രശംസ, ഞാൻ അങ്ങനെ കോപിക്കാറൊന്നുമില്ലല്ലോ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. നമ്മുടെ ആന്തരികങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് മുമ്പിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വെട്ടിക്കൊണ്ട്, നമ്മുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ നീ ആരോടെങ്കിലും കോപിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിലൂടെ ഏതെങ്കിലും ഒരു കോപത്തിന്റെ ഏതെങ്കിലും ഒരു ചിന്ത കടന്നു പോയിട്ടുണ്ടോ? മറ്റുള്ളവരോട് നീരസം, മറ്റുള്ളവരോടൊരു പക, ഹൃദയത്തിൽ കോപം, മറ്റുള്ളവരോട് അടക്കാനാവാത്ത ദേഷ്യം. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏറെ തിരുത്തുവാനുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ പലരോടും ദേഷ്യമുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ പലരോടും പകയുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ പലരോടും കോപിച്ചിട്ടുണ്ട്. പുറമെ ഞാൻ കോപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം അന്ന് ഞാൻ ഓർത്തു, കർത്താവേ, ഞാൻ എത്ര ദുഷ്ടനായ വ്യക്തിയാണ്, ഞാൻ എത്ര കോപിഷ്ഠനായ വ്യക്തിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ പ്രകടമായി ഞാൻ കോപിച്ചില്ലെങ്കിലും, ഞാൻ കോപിക്കുന്നവൻ, സഹോദരനോട് നിസ്സാര എന്ന് പറയുന്നവൻ ഒരു കൊലപാതകനാണ്. ഞാൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്ത വ്യക്തിയാണ്. എന്നാലും യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ എന്നെയും കൊണ്ടുവന്നിരുത്തി. എന്നെയും അവൻ ശുദ്ധീകരിക്കുന്നു. എനിക്കും അവൻ കഴുകൽ തരുന്നു. കഴിഞ്ഞകാല പാപങ്ങൾ ഒന്നും ഓർക്കാതെ എന്നെയും കർത്താവ് സ്നേഹിച്ചു, കഴുകി, തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ജീവിതത്തിൽ കോപിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ പിശാചിന് ഇടം കൊടുത്തുപോയി എന്ന്. വീണ്ടും താഴത്തേക്ക് വായിക്കുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കുകളല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്ത വാക്കുകൾ, മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാറുണ്ടോ? കൃപയോടുകൂടിയ വാക്കുകളാണോ നമ്മുടെ വായിൽ നിന്ന് വരാറ്? നാം പൊട്ടച്ചൊല്ലും പരിഹാസ വാക്കുകളും പറഞ്ഞ് നാം ഇരിക്കാറുണ്ടോ? നാം പരിഹാസികളുടെ ഇരിപ്പിടത്ത് പോയി ഇരിക്കാറുണ്ടോ? നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാറുണ്ടോ? നാം അതെയോ കൃപയോടുകൂടിയ വാക്കുകളാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്? അതിന് താഴത്തേക്ക് വായിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ, നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, നമ്മളോട് ഏറ്റവും സൗമ്യമായി, നമ്മോട് ഏറ്റവും രമ്യമായി, നമ്മോട് ഏറ്റവും മാർദ്ദവമായി നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം ഇതിനെല്ലാം ചെയ്യേണ്ടത്? നാം ഇന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇന്ന് ചില സംസാരങ്ങളിലൂടെ ദൈവത്തെ ദുഃഖിപ്പിച്ചു. ഞാൻ ഇന്ന് ചില വാക്കുകളിലൂടെ, ഞാൻ പറഞ്ഞ ചില പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാമോ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? നാം പ്രകടമായി പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് സമാധാനിച്ചിരിക്കുകയല്ല വേണ്ടത്. നാം ഇന്നും ഒരു കൂട്ടായ്മക്കാരനാണ്, നാം ഇന്നും ഒരു വിശ്വാസിയാണ് എന്ന് ചിന്തിച്ച് ഇരിക്കുകയല്ല വേണ്ടത്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഞാൻ ഇന്നും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ? ഇന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ട പാപ സ്വഭാവങ്ങളുണ്ടോ? ഇന്നും പിശാച് ഇടം പിടിച്ചിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറഞ്ഞിരിക്കുന്ന ചില മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ ഇന്നും എന്നിൽ ഉണ്ടോ? നാം തിരിഞ്ഞു നോക്കുക. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് നാം വിജിലന്റ് ആയിരിക്കേണ്ടത്? അവിടെ പറയുകയാണ്, നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സാത്താൻ ഉപായിയാണ്. സാത്താൻ ഉപായിയായ തന്ത്രശാലിയായ വ്യക്തിയാണ്. നാം ഒരിക്കലും അറിയുകയില്ല, നാം ഒരിക്കലും ചിന്തിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കില്ല നാം വീഴുന്നത്. അവൻ ഹൗവായെ ഉപായത്താൽ ചതിച്ചവനാണ്. അവൻ എപ്പോഴും ഒരു ദൈവ പൈതലിന്റെ മുമ്പേ ഒരിക്കലും പ്രകടമായ ഒരു പാവമായിരിക്കില്ല നമ്മെ കൊണ്ട് അവൻ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഉപായിയായ സാത്താൻ ഒരു ഇടം കിട്ടാൻ വേണ്ടി നമ്മളുടെ ദേഹത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയൊരു ഇടം, ഒരു ചെറിയൊരു സ്പേസ് അവന് കിട്ടാൻ വേണ്ടി അവൻ ഉപായത്താൽ നമ്മെ ചുറ്റി നടക്കും. അവൻ ഹൗവായെ ഉപായത്താൽ ചതിച്ചവനാണ്. ഇന്ന് നമ്മെ ഓരോരുത്തരെയും സാഹചര്യങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നാം ഇടപെടുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഉപായത്താൽ ചതിക്കുന്നവനാണ്. എന്നാൽ പത്രോസ് പറയുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? 1 പത്രോസ് 5-ാം അധ്യായം അതിന് 8-ാം വാക്യത്തിൽ പറയുകയാണ്, നിർമ്മതരായിരിപ്പിൻ,
ഉണർന്നിരിപ്പിൻ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നുവെന്ന്. നിങ്ങൾ ഉണർന്നിരിക്കണമെന്ന്, നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കണമെന്ന്, നിങ്ങൾ എപ്പോഴും ജാഗരിച്ചുകൊണ്ടിരിക്കണമെന്ന്. നിങ്ങളുടെ ചുറ്റും പിശാചിന്റെ ഒരു സൈന്യമുണ്ട്. ശരിയാണ്, ദൈവം നമ്മെ കാക്കും, ദൈവം നമ്മെ പൊതിഞ്ഞു പിടിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചേർന്നിരിക്കും. എന്നാൽ ഒരു അവസരം കിട്ടുവാൻ വേണ്ടി, നമ്മളുടെ ഉണർവ് ഇല്ലാത്ത അവസരം നോക്കി, നാം എപ്പോഴും വാടിയിരിക്കുന്ന ഒരു അവസരം നോക്കി നമ്മെ തകർക്കുവാൻ വേണ്ടി അലറുന്ന ഒരു സിംഹം പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി നമ്മെ മുടിപ്പിക്കുവാൻ വേണ്ടി പിശാച് നമ്മെ ചുറ്റി നടക്കുകയാണെന്ന്. നമ്മുടെ എല്ലാ സൈഡിലും, ഏത് സൈഡിലും പിശാചിന്റെ തന്ത്രങ്ങളുണ്ട് എന്ന് എപ്പോഴും ഉണർന്നിരിക്കണമെന്ന് നാം പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഗിദെയോൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, മിദ്യാന്യരുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെട്ടു പോവുകയാണ്. അനേക ജനങ്ങൾ ഗിദെയോന്റെ കൂടെ കൂടിയിരുന്നു. എന്നാൽ ഒരു ടെസ്റ്റ് കേസുകൾ വരുമ്പോൾ, ഓരോരോ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ വളരെ ജനം ആ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അവസാനം ഏതാണ്ട് 20,000-ഓളം പേർ ശേഷിച്ചു. അവരിൽ നിന്ന് വീണ്ടും 10,000 പേരായി. അവരെല്ലാവരും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവരാണ്. നാം ഇന്ന് അനേകർ പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. എന്നാൽ ഒരു ടെസ്റ്റ് കേസ് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അവരെ പരീക്ഷിക്കുകയാണ്. അവരെ ഒരു ഉറവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. അവർ എല്ലാവർക്കും നല്ല ദാഹമുണ്ടായിരുന്നു. ദാഹിച്ച് വലഞ്ഞാണ് അവർ പോയത്. എന്നാൽ ശത്രു സൈന്യം ഏത് നിമിഷവും ആക്രമിക്കാമെന്നുള്ള ഒരു അലേർട്ട്, ഒരു മുന്നറിയിപ്പ് അവർക്കുണ്ട്. എന്നാൽ ചിലർ ആ വെള്ളം നക്കി കുടിച്ചു എന്നും ചിലർ മുട്ടുകുത്തി കുനിഞ്ഞു കുടിച്ചു എന്നും അവിടെ വായിക്കുന്നുണ്ട്. ആ നക്കി കുടിച്ചവർ വിജിലന്റ് ആയിരുന്നു, അവർ ഉണർന്നിരുന്നവരായിരുന്നു. ഏത് നിമിഷവും ശത്രു സൈന്യം വരുമെന്ന് അവർക്ക് ഒരു ഉണർവുണ്ടായിരുന്നു. അവരെയാണ് യുദ്ധത്തിന് തിരഞ്ഞെടുത്തത്, അവരെയാണ് മുന്നോട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം എത്ര പേർ ഉണർന്നിരിക്കുന്നുണ്ട്? എന്റെ മുമ്പിൽ ഒരു ശത്രുവുണ്ട്, ഏത് നിമിഷവും എന്നെ കീഴടക്കുന്ന ഒരു ശത്രുവുണ്ട്. ആ ശത്രു എന്നെ ചതിക്കുന്നവനാണ്, ആ ശത്രു ഒരു ഉപായിയാണ്. അവന്റെ തന്ത്രങ്ങൾ എനിക്ക് നല്ലവണ്ണം അറിയാം. എനിക്കറിയില്ല, എൻ്റെ കൂടെ എപ്പോഴുമുള്ള എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കേണ്ടവരായിരുന്നു. അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അവന്റെ തന്ത്രങ്ങളുണ്ട്, നാം തിരിച്ചറിയും, എപ്പോഴും നാം അറിയും. ആ സമയത്ത് നാം ഒരു പാപ സാഹചര്യം വരുമ്പോൾ നാം അറിയും അത് പിശാചിന്റെ തന്ത്രമാണ്. അവനൊരു ഇടം കിട്ടാൻ വേണ്ടി എൻ്റെ അരികിലേക്ക് വരുന്ന അവന്റെ തന്ത്രമാണ് നാം തിരിച്ചറിയും. ഉണർന്നിരിക്കണമെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അന്ന് ഗെത്സമന തോട്ടത്തിൽ അന്ന് പ്രാർത്ഥിക്കുവാനായി യേശുക്രിസ്തു മുന്നോട്ട് പോകുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. നിങ്ങൾക്ക് പരീക്ഷ വരും. നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ നിസ്സാര മനുഷ്യരാണ്, നിങ്ങൾ ബലഹീന പാത്രങ്ങളാണ്, നിങ്ങൾക്ക് പരീക്ഷകൾ വരും. ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവാത്ത പരീക്ഷകൾ ഒരിക്കലും വരികയില്ല. നിങ്ങൾ ദൈവത്തിന്റെ ജീവിതം സമർപ്പിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാവുന്നതിന് മീതെയുള്ള പരീക്ഷകൾ ഒരിക്കലും വരികയില്ല. എന്നാൽ പരീക്ഷ വരും. എന്നാൽ എപ്പോഴും ഉണർന്നിരിപ്പിനെന്ന്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് നമ്മോട് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിങ്ങൾ ഒരിക്കലും വീണു പോകരുത്. വീഴാതെ വണ്ണം നമ്മെ കാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ ഉണർന്നിരിപ്പിനെന്ന് നമ്മോട് അങ്ങനെ മാത്രം പറയുകയല്ല, നമുക്ക് സ്വന്തമായി അങ്ങനെ ഉണർന്നിരിപ്പാൻ സാധിക്കുകയില്ല. നാം ബലഹീനരാണ്, നാം വീണുപോകും, നാം എപ്പോഴും വീണു പോകാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ എന്താണ് നാം അതിനു വേണ്ടി ചെയ്യേണ്ടത്? ഉണർന്നിരിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ്. നമുക്ക് വായിക്കാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധവർഗം നമുക്കൊരു സർവായുധ വർഗം തരുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ
ദൈവത്തിന്റെ സർവായുധ വർഗം എപ്പോഴും ധരിച്ചുകൊള്ളുവിനെന്ന്. അത് ആരാണ് തരുന്നത്? അത് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ ദാനം. എപ്പോഴാണ് ആ സർവായുധ വർഗം നമുക്ക് കിട്ടുന്നത്? നാം ഒരു സമർപ്പണം എടുക്കുകയാണ്. കർത്താവേ, ഞാൻ ഇന്ന കാര്യത്തിന് പോവുകയാണ്. കർത്താവേ, ഞാൻ ഇന്ന ഒരു കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ്. കർത്താവേ, എനിക്ക് സ്വന്തമായി അതിന് കഴിവില്ല. ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ, ഈ ലോകത്തിൽ കാണുന്ന അശുദ്ധിയോട് എതിർത്ത് നിൽപ്പാൻ, അല്ല എന്റെ ചുറ്റും നിൽക്കുന്ന, എന്നെ വിഴുങ്ങേണ്ടത് നിൽക്കുന്ന പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽപ്പാൻ എനിക്ക് കഴിവില്ല. കർത്താവേ, നിന്റെ സർവായുധ വർഗമൊന്ന് എനിക്ക് തരണമേ. കർത്താവേ, ഞാൻ എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുകയാണ്. കർത്താവേ, നിന്റെ കൈകളിലേക്ക് ഞാൻ മുഴുവനായി തരികയാണ്. ഈ കാര്യത്തിന് പോകുന്നതിന് മുമ്പ് അല്ല, ഏത് സമയവും നീ എന്നെ പൊതിഞ്ഞ് നിന്റെ സർവായുധ വർഗം എന്നെ ധരിപ്പിച്ചുകൊള്ളണമേ എന്ന് എളിയവനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, എളിമയോടുകൂടിയുള്ള പ്രാർത്ഥന, തകർന്നിരിക്കുന്ന മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സർവായുധ വർഗം വന്ന് നമ്മെ മൂടുകയാണ്. ഏതാണ് ആ സർവായുധ വർഗം? താഴത്തേക്ക് പറയുന്നുണ്ട്. എന്തെല്ലാമാണ് അവിടെ പറയുകയാണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. ഇതെല്ലാം കർത്താവിന്റെ ദാനമാണ്. വിശ്വാസം കൃപയാണ്. കൃപയാലുള്ള ഒരു വിശ്വാസം, വിശ്വസിക്കുവാനുള്ള ഒരു ഭാഗ്യം, അത് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എപ്പോഴും എനിക്ക് വിശ്വാസത്തിന്റെ ഒരു ആയുധവർഗം കർത്താവേ എനിക്ക് തരണമേ എന്ന് വീണ്ടും താഴത്തേക്ക് വായിക്കുകയാണ്. അതിന്റെ 6-ാം അധ്യായം 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന്. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. ഏത് നേരത്തും ഉണർന്നിരിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് നാം ഉണർന്നിരിക്കുന്നത്? ഏത് നേരത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏത് നേരത്തും നാം ഏതെങ്കിലും ഒരു മീറ്റിങ്ങുകൾക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും അവിടെ നാം പരസ്യമായി പ്രാർത്ഥിക്കുവാനാണ് പറയുന്നത്? അല്ല, ഏത് നേരത്തും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള ഒരു ആശ്രയം, ഏത് നേരത്തും ഒരു യാചന. കർത്താവേ, നീ എന്നെ കാക്കണമേ. കർത്താവേ, നിന്റെ തിരക്തം എപ്പോഴും പൊതിഞ്ഞുകൊള്ളണമേ. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ്, ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എന്റെ കൂടെ ഇരിക്കണമേ. കർത്താവേ, നീ എന്നെ ചേർത്ത് പിടിച്ചുകൊള്ളണമേ. കർത്താവേ, നീ നിന്റെ തിരുരക്തത്താൽ എന്നെ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ. ഏത് സമയത്തും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുക. ദൈവമക്കളെ, നാം എപ്പോഴും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാണോ? നാം എപ്പോഴും യാചനയിൽ സ്ഥിരതയുള്ളവരാണോ? നമ്മുടെ ഹൃദയത്തിൽ ഏത് നേരത്തും പ്രാർത്ഥനയുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സർവായുധ വർഗമുണ്ടാകും. ആ പിശാചിന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം ഒരു സർവായുധ വർഗം നമ്മെ ധരിപ്പിച്ചിട്ടുണ്ടാകും. അത് നമ്മുടെ മേന്മ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ദാനമാണ്. അവന് നമ്മോടുള്ള സ്നേഹമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്കുകൊണ്ടല്ല. കർത്താവ് എളിമയുള്ള നമ്മുടെ ഹൃദയത്തെ, നുറുങ്ങിയ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നത് കൊണ്ട് നാം കഴിവില്ലാത്തവരാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി വന്ന് നമ്മെ പൊതിയുന്നു. ആ സർവായുധ വർഗം വന്ന് നമ്മെ മൂടുന്നു. പിശാചിന്റെ തീയമ്പുകൾ നമ്മെ ഏൽക്കുകയില്ല പ്രിയമുള്ളവരെ. പിശാചിന് നമ്മിൽ ഇടം കിട്ടുകയില്ല പ്രിയമുള്ളവരെ. നമുക്ക് എത്ര പേർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഏത് നേരത്തും, ഏതൊരവസ്ഥയിലും, ഏതൊരു കാലഘട്ടത്തിലും, ഏതെല്ലാം സാഹചര്യത്തിലും പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്? കർത്താവേ, നീ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കൃപ എന്നെ പൊതിയണമേ. കർത്താവേ, ഇന്ന കാര്യത്തിൽ ഞാൻ വീണു പോകുന്നു. കർത്താവേ, ഇന്ന അശുദ്ധിയുടെ സാഹചര്യത്തിൽ ഞാൻ വീണു പോകുന്നു. ഇന്ന ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും വീണു പോവുകയാണ്. കർത്താവേ, നിന്റെ കൃപ എന്നോടുകൂടി ഇരുന്നു കൊള്ളണമേ. നീ എന്റെ നാവിനെ തൊടണമേ. നീ എന്റെ കണ്ണുകൾക്ക് അതിനുള്ള ബലം തരണമേ. നീ എന്റെ ചെവികൾക്ക് ഞാൻ കേൾക്കേണ്ടത് മാത്രം കേൾക്കുവാനും, ഞാൻ കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കുവാനും നീ എനിക്കൊരു കൃപ തരണമേ. കർത്താവേ, ഞാൻ ഇന്ന കാര്യം പ്രവർത്തിക്കുമ്പോൾ എന്റെ കൈയോട് കൂടി ഇരിക്കണമേ, എന്റെ കാലിനോട് കൂടി ഇരിക്കണമേ, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയോട് കൂടിയിരിക്കണമേ. കർത്താവേ, ഏത് നേരത്തുമുള്ള പ്രാർത്ഥന, എപ്പോഴുമുള്ള പ്രാർത്ഥന, എപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു യാചന നമുക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് പ്രിയമുള്ളവരെ, നമുക്ക് പിശാചിന് ഇടം കൊടുക്കാൻ സാധിക്കുകയില്ല. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം കിട്ടുകയില്ല. പാപത്തിൽ നാം വീണു പോവുകയില്ല.
എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ മൂടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ദൈവ ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിങ്ങൾ ജാഗരിച്ചുകൊണ്ടിരിപ്പിൻ. ഏത് നിമിഷവും പിശാച് വരാം, നിങ്ങൾ ഉണർന്നിരുന്നുകൊള്ളുവിൻ, അതിനുള്ള കൃപ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. ഇന്ന് യേശുക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുമെന്ന്, യേശുക്രിസ്തു നമ്മെ ശക്തനാക്കുമെന്ന്, നമ്മെ അതിനെ ഉണർത്തി ഇരുത്തി നമ്മെ അതിനുവേണ്ടി ഉണർന്നിരിക്കുവാനുള്ള കൃപ അവൻ തരുമെന്ന് നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഈ സമയം ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിലായിരിക്കുവാൻ, നിന്റെ തിരുവചനം കേൾക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങൾ പലപ്പോഴും ഉറങ്ങിപ്പോയവരാണ്, പലപ്പോഴും കർത്താവെ തീഷ്ണതയില്ലാതെ ഇരുന്നവരാണ്, പലപ്പോഴും നിന്റെ വചനം കേൾക്കാൻ സാധിക്കാതെ, നിന്റെ വചനം ധ്യാനിക്കാൻ സാധിക്കാതെ പലപ്പോഴും അലസരായി ഇരുന്ന് പോയിട്ടുള്ളവരാണ്. എന്നാൽ നീ ഇന്ന് ഞങ്ങളോട് ഇടപെട്ടു, നീ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടു. എപ്പോഴും ഉണർന്നിരിക്കണമെന്ന് കർത്താവേ, ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിലേക്ക് തരികയാണ്. ഞങ്ങൾ മയങ്ങിപ്പോകുന്നവരാണ്, എന്നാൽ മയങ്ങാത്തവനായ, ഉറങ്ങാത്തവനായ, ഞങ്ങളോട് ഏത് സമയവും ഞങ്ങളോട് ചേർന്നിരിക്കുന്നവനായ ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പന്റെ കൈകളിലേക്ക്, യേശുവിന്റെ കൈകളിലേക്ക് ഞങ്ങളുടെ ജീവിതം ഇന്ന് ഞങ്ങൾ തരികയാണ്. ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങളെ കാക്കണമേ. സാത്താന്റെ തീയമ്പുകളേക്കാതെ, പിശാചിന്റെ തീയമ്പുകൾ ഞങ്ങൾ കൊള്ളാതെ നിന്റെ സർവായുധ വർഗം നീ ഞങ്ങൾ എപ്പോഴും ധരിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ തിരുരക്തത്താൽ ഒന്ന് കഴുകണമേ. ഞങ്ങൾ ഇന്നൊരു സമർപ്പണം എടുക്കുകയാണ്. ഞങ്ങളുടെ ആയുസ്സിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് ആയുസ് തരുന്ന കാലമൊക്കെയും നിന്റെ കാത് തുളയ്ക്കപ്പെട്ട അടിമകളായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ഞങ്ങൾ എപ്പോഴും ഉണർന്നിരുന്നു കൊള്ളാം. പിശാചിന് ഞങ്ങൾ ഇടം കൊടുക്കുകയില്ല. സാത്താനോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. പിശാചിന്റെ സകല ശക്തികളോടും നിന്റെ തിരുരക്തത്താൽ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ യാത്ര പറയുകയാണ്. ഞങ്ങളെ നീ കഴുകണമേ, ഞങ്ങളെ നീ പുതുതാക്കണമേ, ഞങ്ങളെ നീ നിത്യജീവന്, നിത്യരാജ്യത്തിന്, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്കും നീ ഒരു അവകാശം തരണമേ കർത്താവേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമേ. ആമീൻ.